Thank you, everyone. Welcome to Orange Apple Motivational Monster. ഇന്ന് അസ്കർ തെഞ്ഞിപ്പലം ലൈവ് ഡേ 1489 1489. എനിക്ക് തോന്നുന്നു 11 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ 1500 ദിവസത്തിലേക്ക് കടക്കും. സി സൈക്കോളജി ഓഫ് ലിവിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സി ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന അതിനകത്ത് നമ്മൾ കുറച്ച് സോഫ്റ്റ് സ്കില്ലുകളാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലീഡർഷിപ്പിന് ശേഷം സമയത്തിന് ശേഷം നമ്മളിപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സൂപ്പർ സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആറ്റിറ്റ്യൂഡ് നമ്മൾ പല രൂപത്തിലും ആറ്റിറ്റ്യൂഡിൻ്റെ ഓരോ പോസിറ്റീവ് ഏരിയകളും നമ്മൾ സംസാരിച്ചു. സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സെൽഫ് ലവിങ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വളരെ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഏരിയയാണ് സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ്. അവനവനെ തന്നെ സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡസൻറ്റ് ഹാവ് ദിസ്. ഒരുവിധം ആളുകൾക്കും എനിക്ക് തോന്നുന്നു നല്ല ശതമാനം ആളുകൾക്ക് ഇല്ലാത്തൊരു സംഭവമാണ് സെൽഫ് ലവിങ്. മറ്റുള്ളവരെ സ്നേഹിക്കണ്ടേ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യേണ്ട സർ, മറ്റുള്ളവരെ നോക്കേണ്ട സർ, റെസ്പോൺസിബിലിറ്റി ഇല്ല സർ, ഉത്തരവാദിത്തം അല്ല സർ പ്രധാനം എന്നൊക്കെ പറയും ആളുകൾ. വാട്ട് എവർ സേസ് പീപ്പിൾ വാട്ട് എവർ സേസ്, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഏറ്റവും പ്രധാനം നമ്മൾ എന്തൊക്കെ ഈ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യുകയും വേണം. സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനം. സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. നമുക്കത് അതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളത് റൺ ചെയ്യിപ്പിക്കുകയും വേണം. അപ്പം എങ്ങനെയൊക്കെയാണ് സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് റൺ ചെയ്യിപ്പിക്കുന്നത്? സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുള്ള, നമ്മൾ സ്നേഹിക്കേണ്ടുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തുക. നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഏരിയകളും നമ്മൾ സംരക്ഷിക്കുക. നമ്മളുടെ മാനസികാവസ്ഥയത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുമ്പം ഏതൊക്കെ ഏരിയയിലുള്ള സംരക്ഷണം നമുക്ക് ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ, സെൽഫ് ലവിങ്ങിൽ എന്തെല്ലാം വേണമോ അതെല്ലാം വേണം സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. സോ ഡു വി ഹാവ് എ പ്രോപ്പർ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ്? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് നോക്കി നോക്കൂ. നമുക്ക് പ്രോപ്പറായിട്ടൊരു സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഇനി നമുക്ക് മറ്റുള്ളവരെ ലവ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്. ഈ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നതോടു കൂടിയാണ് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കേണ്ട ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ലൈൻ കറക്റ്റായിട്ട് മനസ്സിലാവാം. അപ്പോൾ അവനവൻ്റെ ശരീരഭാഷ, ഭക്ഷണം, മാനസികാവസ്ഥ, മനസ്സിൻ്റെ രീതി, മനോഭാവം, മാനസികമായ ഡെവലപ്മെൻറ്റുകൾ, ഇതിനെല്ലാം നമ്മൾ ഗ്രോ ചെയ്യിപ്പിക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി? എന്താണ് ശരിക്കും സെൽഫ് ലവിങ്ങിലുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഏരിയ? സെൽഫ് ലവിങ്ങിൽ നമ്മളുടെ ഏരിയ, നമ്മളുടെ മൈൻഡ് റെഡിയാക്കണം, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കണം, നമ്മുടെ ഇമോഷൻസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ ബോഡി നമ്മൾ നോക്കണം, നമ്മുടെ ഇൻ്റലക്ച്വൽ ഏരിയ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. വേറെ ലോകത്ത് ആർക്കും നമ്മുടെ ഇൻ്റലക്ച്വൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ ഓവറോൾ ഒരു പേഴ്സണാലിറ്റി, ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നിടത്ത് ഒരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രവണതയാണ് ശരിക്ക് സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ്. സോ അത്തരത്തിൽ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുള്ളതാണ്. വൺസ് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതോടുകൂടി നമ്മുടെ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഡു ഐ ഹാവ് എ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ചോദ്യം. സാധാരണ പറയുന്ന പോലെ തന്നെ ലെറ്റ് us ഹാവ് എ ക്രോസ് ചെക്ക് ഇൻ അവർ സെൽഫ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു ക്രോസ് ചെക്ക് ആവാം. നമ്മളിൽ തന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയോ നമ്മൾ അറിയുകയോ ചെയ്യേണ്ടത്, ഡു ഐ ഹാവ് എ പ്രോപ്പർ എന്താ പറയുക, പ്രോപ്പർ സെൽഫ് ലവ്.
എനിക്ക് ഒരു പ്രോപ്പർ സെൽഫ് ലവ് എന്നിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്നിൽ പ്രോപ്പർ സെൽഫ് ലവ് ഉണ്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ്, ദാറ്റ് ഇസ് ഗുഡ്, കംഫർട്ടബിൾ, ഗ്രേറ്റ്. സി, അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി എത്രയെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം. അപ്പൊ ഇല്ല എന്ന് ഉത്തരം പറയുന്നതോടുകൂടി ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം? ഉണ്ട് എന്നാണെങ്കിൽ ഇനി ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? നറിഷ് ചെയ്യാൻ, ഉള്ളതിനെ പരിപോഷിപ്പിക്കാൻ, ഉള്ളതിനെ വളർത്തിയെടുക്കാൻ, ഉള്ളതിനെ കേടുപാട് പറ്റാതിരിക്കാൻ. അതാണ് എപ്പോഴും ഒരു ചെടി വളരുന്നുണ്ട്, മുറ്റത്തൊരു നമ്മൾ വിത്ത് പാകിയതിനു ശേഷം ഒരു ചെടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെടീനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക, അതിനെ നിലനിർത്തുക ഒന്ന്, വളർത്തുക രണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക മൂന്ന്, നാല്, അതിന് അതിൻ്റെ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ചില ചെടികൾ വളർന്നു വരും പെട്ടെന്ന്. അപ്പൊ ഒരു തണല് വേറെ മരത്തിന്റെ മുകളിലേക്ക് വീഴാൻ വരുന്നു, അപ്പൊ അതൊക്കെ വെട്ടിക്കളയും. അല്ലെങ്കിൽ വേറെ പലതും അതിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വള്ളികളിനെ കയറുന്നു. ഇതിനൊക്കെ ഇന്ന് മാറ്റിക്കളയും. സി, എന്നതുപോലെ തന്നെ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡിന് ആവശ്യം വേണ്ട പ്രൊട്ടക്ഷനും, ആവശ്യം വേണ്ട നർച്ചറിങ്ങും, ആവശ്യം വേണ്ട വെള്ളവും വളവും നൽകലും, ആവശ്യം വേണ്ട സംരക്ഷണ ചുമതല ബോധമൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് ശരിക്കും ആക്റ്റീവായിട്ട് വരും. ശരിക്കും ആക്റ്റീവായിട്ട് വരുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുന്നു, ഏത് ഭക്ഷണം കഴിക്കുന്നില്ല, എത്ര വലിയ എമോഷണൽ ക്ലട്ടറിൽ വന്ന് വീണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ വന്ന് പെട്ടാൽ പോലും അവിടെ ആ ഭക്ഷണം കഴിക്കാതെ നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്നതിൻ്റെ ബേസിക് റീസൺ, ഐ ലവ് മൈ ബോഡി, ഐ ലവ് മൈ ബ്യൂട്ടി, ഐ ലവ് മൈ പേഴ്സണാലിറ്റി, ഐ ലവ് മൈ ഫ്യൂച്ചർ, ഐ ലവ് മൈ ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറയുന്ന, ഐ ലവ് മൈ ഇന്റേണൽ ഓർഗൻസ്, എൻ്റെ ആന്തരിക അവയവങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. സി, ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് അക്കമിട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എമോഷണൽ കൺട്രോള് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാതന്ത്ര്യദിനത്തിന് അന്ന് ഞാൻ എമോഷണൽ ക്ലട്ടറുകളെ കുറിച്ച് പറഞ്ഞു. ഇമോഷണൽ ക്ലട്ടറുകളിൽ അകപ്പെട്ട് നമുക്ക് പുറത്തു കടക്കാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുന്നതിനപ്പുറത്ത് സെൽഫ് ലവിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമോഷണൽ ലവ് കറക്റ്റ് ആവുന്ന, നമ്മുടെ എമോഷണൽ ക്ലട്ടർ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഈ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്താൽ എമോഷണൽ ഇഷ്യൂസ് നിന്ന് പുറത്തു കിടക്കുന്നതോടൊപ്പം എമോഷൻസിനെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. സി, ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനപ്പുറത്ത് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ നോക്കണം, മുടി നോക്കണം, ശരീരം നോക്കണം, സൗന്ദര്യം നോക്കണം, ആരോഗ്യം നോക്കണം, ഇന്റേണൽ ഓർഗൻസ് പെർപെക്ച്വേഷൻ, വർക്കബിലിറ്റി, വർക്ക് ഒക്കെ നോക്കണം. നമ്മളുടെ ഉറക്കത്തിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവണം. അങ്ങനെ നമ്മുടെ റെസ്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ റെസ്റ്റ്, മനസ്സിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുകൾ നമ്മളെ ആക്രമിക്കുന്ന രീതി എന്താണോ ആ രീതിക്കനുസരിച്ച് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ശരീരത്തിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മൾ കൊല്ലാറുണ്ട്. സ്നേഹിക്കുന്ന നമ്മൾ തന്നെ കൊല്ലാം. അതായത് ആന്തരിക അവയവങ്ങൾ കേടുവരാൻ സാധ്യതയുള്ള രൂപത്തിൽ ഭക്ഷണങ്ങളെ നമ്മൾ തന്നെ അറിയാതെ അനിയന്ത്രിതമായി നിയന്ത്രണം വെക്കാതെ കയറ്റിവിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പല അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്ക് നമ്മളെ കൈകൊണ്ട് തന്നെ പറ്റാറുണ്ട്. ഇത് സെൽഫ് ലവിൻ്റെ പാരാമീറ്റേഴ്സ് കൃത്യമായി നമുക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇനി സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, സെൽഫ് ലവ് ആറ്റിറ്റ്യൂഡ്, സെൽഫ് ലവിങ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകളിൽ ഒന്നെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മുടെ സർക്കിളിലുള്ള നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നത് എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ അത് സെൽഫ് ലവ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവൈസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജാണ്. അപ്പൊ അവനവനെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് പലപ്പോഴും കളവ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ശരിയാവണം എന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി സത്യമാവണം എന്ന് ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ അവനവനെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൃത്യമായി മനസ്സിലാവുക. ബാക്കി ഉള്ളവരൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിനകത്തുള്ള കഴമ്പും ഒക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ വിഷയത്തിൽ, മറ്റുള്ളവരുടെ അല്ല.
സോ അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട് ടു ലവ് അവർ സെൽഫ്. അതൊരു നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സോ ഇത്തരത്തിലുള്ള സെൽഫ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ, സീരീസ് ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകളിലൂടെ നമുക്ക് പോകാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ലെറ്റ് us സ്റ്റാർട്ട് സെൽഫ് ലവ് ആറ്റിറ്റ്യൂഡ് ഫ്രം ടുഡേ. ഇത് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ലെറ്റ് us കളർ സോ മെനി ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി. ഒരുപാട് ജീവിതങ്ങളെ ഫലവത്തായ രൂപത്തിൽ നമുക്ക് നിറങ്ങൾ പകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്. ലവ് യു ആൾ. ബൈ ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Sandosham. താങ്ക് യു റഹ്മാൻക. താങ്ക് യു സോ മച്ച്. Okay, okay, okay. Thank you, sir. താങ്ക് യു ഓൾ. Thank you.